തികച്ചും അപ്രതീക്ഷിതമായ മെഗാ വിജയമാണ് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയത്. കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് UDF നേതാക്കൾ പോലും പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്ന് വ്യക്തം. എന്നിട്ടും ജനങ്ങൾ UDFനെ സെഞ്ചുറി കടത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയം. ചേരതിരിഞ്ഞ് നേതാക്കൾ തമ്മിലടിച്ചു. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഗോദയിലേക്ക് ഇറങ്ങി. കണ്ണൂരിലെ കരുത്തൻ K. സുധാകരൻ പരിഭവിച്ചു, പിണങ്ങി, ഭീഷണി മുഴക്കി. അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും എന്തിന് KC വേണുഗോപാലും നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത് സ്വപ്നം കണ്ട് രോമാഞ്ചപ്പുളകിതരായി. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ കോൺഗ്രസ് നേതൃത്വമെത്തി. തീരുമാനത്തിനെതിരെ K. സുധാകരൻ രംഗത്ത് വന്നെങ്കിലും വൈകാതെ വഴങ്ങി. എന്ത് സംഭവിച്ചെന്നറിയില്ല. അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ എന്ന പതിവ് പിടിവള്ളിയിൽ പിടിച്ച് K. സുധാകരൻ നിശബ്ദനായി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അത്ര മികച്ചതൊന്നുമായിരുന്നില്ല എന്നു മാത്രമല്ല, മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ വന്ന ലിസ്റ്റിന്റെ മെച്ചമൊന്നും കണ്ടതുമില്ല. എന്നിട്ടും എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട്, അതായത് UDF-കാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അനുകൂല തരംഗമുണ്ടായി. ഈ വിജയത്തിളക്കത്തിലും കോൺഗ്രസ് തങ്ങളുടെ പാരമ്പര്യം മറന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വടംവലി തുടങ്ങി. പ്രധാനമായും 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാന ഓട്ട മത്സരത്തിലുള്ളത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും. VDയുടെയും KCയുടെയും ഗോഡ്ഫാദർ ആണ് താനെന്ന് ചെന്നിത്തല ഓർമ്മപ്പെടുത്തി. 100 സീറ്റില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് സതീശൻ തുറന്നടിച്ചു. KC അങ്ങും ഇങ്ങും തൊടാതെ സംസാരിച്ചു. ഫലം പുറത്തു വന്നു. കോൺഗ്രസിന് തിളങ്ങുന്ന വിജയം. ഇതോടെ മത്സരാർത്ഥികൾ ഊർജ്ജസ്വലരായി എന്ന് വേണം കരുതാൻ. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ഇന്ദിരാഭവൻ വോട്ടെണ്ണൽ ദിവസം കണ്ട കാഴ്ച രസകരമായിരുന്നു. എങ്ങും KC വേണുഗോപാലിന്റെ വലിയ ചിത്രങ്ങളുമായി പ്രവർത്തകർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KCക്ക് വേണ്ടിയും VDക്ക് വേണ്ടിയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ അങ്ങും ഇങ്ങും തൊടാതെ അഭിപ്രായം പറഞ്ഞു. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ബിഷപ്പുമാരും ഉൾപ്പെടെ അഭിപ്രായം തട്ടിവിട്ടു. ആകെ ജഗപൊക തന്നെ. ഈ തിളങ്ങുന്ന വിജയത്തിലും ഒരു സന്തോഷമുണ്ട്. കോൺഗ്രസ് അതിന്റെ പാരമ്പര്യം കാത്തു. ഗ്രൂപ്പുകളുടെ ബാഹുല്യം കൊണ്ട് വീർപ്പ് മുട്ടിയ ഒരു കാലമുണ്ടായിരുന്നു കോൺഗ്രസിന്. Aയും Iയും തിരുത്തലും ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പുമൊക്കെയായി കോൺഗ്രസിനെ നശിപ്പിച്ച ഒരു കാലം. കോൺഗ്രസിൽ ഇക്കാലം പോയിട്ടില്ല. ഒളിഞ്ഞും തെളിഞ്ഞും അത് പുറത്തു വരുന്നു. വെറുതെ മാധ്യമങ്ങളെ പഴിചാരാൻ വരണ്ട. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. കോൺഗ്രസിന്റെ കെട്ടുറപ്പ് കൊണ്ടല്ല, CPM-ലെ ചില നേതാക്കളുടെ ധാർഷ്ട്യം കൊണ്ടാണ് കോൺഗ്രസ് തരംഗമുണ്ടായത്. അഴിമതി കുറഞ്ഞ ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഇല്ല എന്നല്ല, കുറഞ്ഞത് എന്ന് പറഞ്ഞത് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകേണ്ട എന്നോർത്തിട്ടാണ്. ഭരണവിരുദ്ധ വികാരമല്ല, ദാർഷ്ട്യവിരുദ്ധ വികാരമാണ് ഉണ്ടാകേണ്ടത്. പിണറായിക്ക് പഠിക്കുന്ന സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പഠിക്കേണ്ട വലിയ പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം. അതിനിടയിലും പ്രതിക്രിയാവാദക സിദ്ധാന്തവുമായി വന്നാൽ CPM എന്ന പാർട്ടിയുടെ ഭാവി ഭാസുരമാവില്ല. കോൺഗ്രസുകാരോടാണ്, നിങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചു. ആ ജനങ്ങളെ നിങ്ങൾ തമ്മിലടുപ്പിച്ച് തോൽപ്പിക്കരുത്. ഒരപേക്ഷയാണ്, പ്ലീസ്.